സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയതായ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക. യൗവനക്കാർ എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്? സൗണ്ട് മൈൻഡ്. അതായത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അത് വേറൊരു അർത്ഥമാണ് വരുന്നത്. സൗണ്ട് മൈൻഡ്, അതായത് കോമൺ സെൻസ് ഉള്ളവരായിരിക്കുക. ഏറ്റവും കുറഞ്ഞത് സമാധാനത്തോടെ, മര്യാദയോടെ, സ്വസ്ഥമായിട്ട്, നിർമ്മലമായി, ശാന്തമായി. എന്താണ് പറയുന്നത്? പുരുഷന്മാർ, യൗവനക്കാരായ പുരുഷന്മാർ സമാധാനമുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? വളരെ രോക്ഷത്തോടുകൂടി അവർ ചിന്തിക്കും, ഞാനൊരു പുരുഷനാണ്, ഞാൻ ആണാണ്, എനിക്ക് എവിടെ വേണമെങ്കിലും പോകുവാൻ കഴിയും, ഞാനൊരു പുരുഷനാണ്, എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നീ സ്ത്രീയാണ്, നീ പക്ഷെ അങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് ഇന്ന് ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ സ്ത്രീ എന്താണ് പറയുന്നത്? നീ പോകുകയാണെങ്കിൽ ഞാനും പോകും, നീ ചെയ്യുകയാണെങ്കിൽ ഞാനും ചെയ്യാനിടയാകും. അങ്ങനെ മത്സരിക്കുകയാണ് ഇന്ന് കാണുന്നത്. അങ്ങനെ നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ നഷ്ടപ്പെടുന്നത് ആരുടെ കുടുംബമാണ്? നിങ്ങളുടെ കുടുംബമാണ്. നിന്റെ കുടുംബമാണ് നശിക്കുന്നത്. അങ്ങനെ വിടാൻ പാടില്ല. നിന്റെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായ ചുമതല പുരുഷനായിരിക്കുന്ന നിന്റെ മേൽ ആണ് ഉള്ളത്. സ്ത്രീ സമ്പാദിച്ചു കൊണ്ടുവരുമ്പോൾ പുരുഷൻ വെറുതെ ഇരുന്ന് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭാര്യയെ ജോലിക്ക് വേണ്ടി വിട്ടിട്ട് വീട്ടിൽ കൂട്ടുകാരുടെ ഒത്തുചേർന്ന് ചീട്ട് കളിക്കുന്ന പുരുഷന്മാരെ ഒരുപാട് പേരെ എനിക്കറിയാവുന്നതാണ്. അത് നീതിയല്ല, അത് അന്യായമാണ്. നിന്റെ വീട്ടുകാരെ നീ നോക്കുന്നില്ല എങ്കിൽ നീ അവിശ്വാസിയേക്കാൾ നശിച്ച വ്യക്തിയാണ്. ആദാമിനെ ദൈവം ശപിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നീ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നിന്റെ ആഹാരം സമ്പാദിക്കണമെന്ന്. പുരുഷന്മാർ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഭാര്യയെയും മക്കളെയും പരിപാലിക്കണം. വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഭാര്യയെയും മക്കളെയും നോക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കഴിയുമെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാവൂ, അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ പാടില്ല, ഓർക്കണം. അതുപോലെ സ്ത്രീധനം കൊടുക്കുന്ന വിഷയത്തിൽ 20-22 വയസ്സ് വരെ അവളെ വളർത്തി പഠിപ്പിച്ച് അതിനുശേഷം അവൾക്ക് സമ്പത്തും ഭാഗമായിട്ട് കൊടുക്കണമെന്നാണോ? യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ബൈബിൾ പ്രകാരം നീ അങ്ങോട്ടാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്. ആ പെൺകുട്ടി തന്റെ വീട്ടുകാരെയുമെല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ വരുന്ന സമയത്ത് നീ അങ്ങോട്ടാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്. പുരുഷൻ കഷ്ടപ്പെടണം, അവൻ അധ്വാനിച്ച് സമ്പാദിക്കണം. ഒരു പണിയും ചെയ്യാത്തവർ വയലിൽ പോയി കൃഷി ചെയ്യണം. ഒരു പണിയും ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല. സത്യം പറയുക, ജോലി ചെയ്യുന്നവരാണോ കൂടുതൽ കഴിക്കുന്നത്, അതോ ജോലി ചെയ്യാത്തവരാണോ? ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആഹാരം കൊടുത്താൽ ജോലി തിരക്കിനിടയിൽ അവർ കഴിക്കാൻ മറന്നുപോകും. ആ കാഫിയും ആ ചായയും ഒന്നും അവർ കുടിക്കത്തില്ല. എന്നാൽ പണി ചെയ്യാത്ത ആളുകളെ നോക്കുക, അവൻ ഏത് സമയം തിന്നുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ചോദിക്കും ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്ന്. അവർക്ക് തീറ്റയാണ് പണി, എപ്പോഴും തീറ്റ തന്നെയാണ്. ശ്രദ്ധിക്കുക, മദ്യപാനികളും തീറ്റിപ്രിയന്മാരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. നീ തീറ്റിപ്രിയനാണെങ്കിൽ നിന്റെ കഴുത്തിന് കത്തിവെക്കുക, കൺട്രോൾ ചെയ്യുക. ആഹാരമില്ലാതെ രോഗം വന്നിരിക്കുന്ന ആളുകളെക്കാൾ ആഹാരമില്ലാതെ രോഗം വന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് ആഹാരത്തിന്റെ വിഷയത്തിൽ നാം ജാഗ്രതരായിരിക്കണം. ആഹാരത്തിന് തിടുക്കം കാട്ടരുത്. ആഹാരത്തിന് തിടുക്കം കാട്ടുന്ന ആരാണെന്നറിയാമോ? നായ്ക്കളാണ് ആഹാരത്തിന് തിടുക്കം കാട്ടുന്നത്. ആ നായ്ക്കുട്ടിയുടെ വായിലൊരു എല്ലിൻ കഷ്ണമുണ്ട് എങ്കിൽ മറ്റു നായ്ക്കൾ എന്താണ് ചെയ്യുന്നത്? ആ നായയുടെ പിന്നാലെ ഓടിപ്പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ആ എല്ലിൻ കഷ്ണം കിട്ടുന്നത് വരെ അത് ഓടിക്കൊണ്ടേയിരിക്കും. അവസാനം അത് തട്ടിയെടുത്ത് നോക്കുന്ന സമയത്ത് എല്ലിൻ കഷ്ണം എന്താണ്? ഉണങ്ങിയിരിക്കുന്നതായ എല്ലിൻ കഷ്ണമാണ്. അങ്ങനെ അനേകം ആളുകളും ഈ കാലത്ത് മറ്റൊരാളുടെ വയറ്റത്തടിച്ചിട്ട് നന്നാകുവാൻ വേണ്ടി മറ്റൊരാൾക്ക് ദോഷം ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നീ നിന്റെ അധ്വാന ഫലത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ അതിനെ അനുഗ്രഹിക്കും. നീ അധ്വാനിച്ചുണ്ടാക്കിയത് അല്പമാണെങ്കിലും അത് അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിന്റെ അധ്വാന ഫലത്തിലുള്ളതായ അനുഗ്രഹമാണ്. ഒരുപാട് പേർ കഷ്ടപ്പെടുന്നു, എന്നാൽ അനുഭവിക്കുന്നില്ല. അനേകം ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ പണം സമ്പാദിക്കുന്നു, എന്നാൽ യഥാർത്ഥമായി അവരത് അനുഭവിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കും. വെറുതെ പണത്തിന് പിറകെ പോവുകയില്ല, ഭാര്യ വീട്ടുകാരെ ശല്യം ചെയ്യുകയില്ല. എന്തെങ്കിലും ഒരു ഉത്സവം വരികയാണെങ്കിൽ നേരെ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞുവിടും, നീ പോകൂ, നിന്റെ അപ്പന് പ്രോവിഡന്റ് ഫണ്ട് കിട്ടി, പോയി വാങ്ങിച്ചോണ്ട് വാ, അല്ലെങ്കിൽ അവിടെ വസ്തു വിറ്റിട്ടുണ്ട്, ഓടിപ്പോയി വാങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് 20-30 വർഷം കഴിഞ്ഞാലും ഭാര്യ വീട്ടിലേക്ക് വിടുന്ന ആളുകൾ എന്താണ് വിളിക്കേണ്ടത്? ഇക്കാലത്ത്
ഭാര്യ വീട്ടുകാരെ എന്തിനാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്? കഷ്ടപ്പെട്ട നിന്റെ ഭാര്യയെയും മക്കളെ നീ പരിപാലിക്കുക. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. അതാണ് ബൈബിളിന്റെ പദ്ധതി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് ദൈവം അവന് തക്ക തുണയായ സ്ത്രീയെ കൊടുത്തു. ആ സ്ത്രീയെ സംരക്ഷിക്കേണ്ട ചുമതല, ആ സ്ത്രീയുമായിട്ട് ഒത്തുചേർന്ന കുടുംബം കെട്ടിപ്പടുക്കേണ്ടതായ ചുമതല നിന്റെ മേലുണ്ട്. യൗവന മക്കൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. എന്താണ് വരുമാനം, ചിലവ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ, കണക്കിന്റെ കാര്യങ്ങൾ ആരും തന്നെ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പണം കയ്യിലുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ മൊത്തം ചിലവഴിച്ചു കളയും. പിന്നെ കടം വാങ്ങിയിട്ട് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയായ നടപടിയല്ല. ബൈബിളിന്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, സത്യ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ അത്ഭുത കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നത് അല്ല, വളരെ നിസ്സാരമായ കാര്യങ്ങളെയും പരിഗണിക്കുന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിഷയം നമ്മുടെ കുടുംബമാണെന്നുള്ള കാര്യം ഓർക്കുക. ജോലിയുള്ളത് നഷ്ടപ്പെട്ടേക്കാം, കൂട്ടുകാരുള്ളത് നഷ്ടപ്പെട്ടേക്കാം, നമ്മുടെ ബന്ധുമിത്രാദികളും എല്ലാവരും നമ്മളെ വിട്ടിട്ട് പോയേക്കാം. അവസാനം ബാക്കിയാകുന്നത് നീയും നിന്റെ ഭാര്യയും മക്കളുമാണ്. നിങ്ങൾക്ക് ആ വിഷയം അറിയാമോ? നിങ്ങൾക്ക് ആ വാസ്തവം അറിയാമോ? നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം, അവർ അവരുടെ കാര്യം നോക്കി പോയതിനു ശേഷം ബാക്കിയാവുന്നത് ആരാണ്? വല്യപ്പനും വല്യമ്മയും. കണ്ടില്ലേ, നിങ്ങൾ രണ്ടുപേരുമാണ് ബാക്കിയാവുന്നത്. നിങ്ങൾ ഒരുപോലെ നിൽക്കുകയാണെങ്കിൽ, ദൈവം നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുവാൻ ഇടയാകും. മക്കളെ നാം നേരായ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നാൽ അവർ മുതിരുമ്പോൾ വലിയ ആളുകളായിട്ട് മാറും. ചെറുപ്പത്തിൽ തന്നെ മക്കളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ വേല ചെയ്യുന്നതായ കാലത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി വരുവാനിടയായി. അത് ദൂരദേശത്താണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ശുശ്രൂഷയിലായിരിക്കണം. എൻ്റെ ഭാര്യ വീട്ടുകാരും ഒരുപാട് ദുഃഖിച്ചു. നിങ്ങൾ ദൈവവേല എന്ന് പറഞ്ഞ് നടക്കുന്നു, ഇവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ടുമില്ല, ഫോറിൻ സപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇല്ല, എങ്ങനെ നിങ്ങൾ ജീവിക്കും? അതുകൊണ്ട് പെൺകുട്ടിയെ ജോലിക്ക് വിടുക. ഞാൻ പറഞ്ഞ് സാധിക്കില്ല, ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷയിൽ ഒരു സ്ഥലത്ത് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ശുശ്രൂഷ ചെയ്യുക. ഞാൻ പറഞ്ഞു, അവിടെ പറ്റത്ത്, എന്നെ ദൈവം അയച്ചെടുത്താണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. എൻ്റെ ഭാര്യയുടെ ശമ്പളം നോക്കി അവിടെ പോയി സേവ ചെയ്യണമോ? അങ്ങനെ സാധിക്കില്ല. അങ്ങനെ ഒരുപാട് തർക്കിക്കുവാനിടയായി. അങ്ങനെ അതിനുശേഷം മക്കളുണ്ടാകാനിടയായി, 2-3 കുഞ്ഞുങ്ങൾ ഉണ്ടാകാനിടയായി. അതിനുശേഷം പിന്നെ ജോലിയുടെ കാര്യം പറയേണ്ടതായിട്ട് വന്നില്ല. പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക. ഞാൻ ദൈവവേല ചെയ്തുകൊണ്ട് ദേശത്തൊക്കെ പോയിക്കൊണ്ടിരുന്നതായ സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ വളർത്തുമായിരുന്നു. അതുകൊണ്ട് അവർ ഇന്ന് വളർന്നപ്പോൾ ദൈവത്തിന്റെ വേല ചെയ്യുന്നു. അവരെ ഹോസ്റ്റലിൽ നിർത്തുകയായിരുന്നെങ്കിൽ അവസാനം എന്തായിരിക്കുമായിരുന്നു സ്ഥിതി? അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുമായിരുന്നു. എന്താണ്? വിശ്വാസികളായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നതായ മക്കളും വിശ്വാസികളായിട്ട് തന്നെ മാറണം. ദൈവത്തിന്റെ വേല ചെയ്യും. എൻ്റെ ഭാര്യ വെളിയിലേക്ക് അങ്ങനെ വരികയില്ല. പിറകിലിരുന്നു കൊണ്ട്, വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ കൊച്ചുമക്കളുണ്ട്, അവരെയും നോക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നാട്ടിൽ പോകുന്നു. എന്നാൽ എൻ്റെ മക്കളെ ശ്രദ്ധിക്കാതിരുന്നാൽ എന്തു പറ്റും? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് കിട്ടിയ ദാനമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്കുള്ള സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളാണെന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു സമ്പത്തുമില്ല. എൻ്റെ മക്കൾ മാത്രമാണ് എൻ്റെ സമ്പത്ത്. എൻ്റെ മക്കളാണ് എൻ്റെ സമ്പത്ത്. നിന്റെ മക്കളാണ് നിന്റെ സമ്പത്ത്. നിന്റെ മകൻ പറയുകയാണ്, പപ്പ പേടിക്കേണ്ട, ഞാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ധൈര്യം നിനക്ക് എന്താണ് വേണ്ടത്? അതിനേക്കാൾ വലിയ ആശ്വാസം എന്താണ്? മറ്റുള്ള ആളുകൾ വന്നിട്ട് നിന്നെ സഹായിക്കുമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിന്റെ മകൻ വന്നിട്ട് പപ്പ പേടിക്കണ്ട, ഞാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ധൈര്യം നിനക്ക് എന്താണുള്ളത്? ആശ്വാസം നിനക്ക് എന്താണുള്ളത്? എന്നാൽ ഈ കാലത്ത് നോക്കി, എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, എന്നെ കരുതുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. നീ ചെയ്യുന്നത് തന്നെയാണ് നിനക്ക് തിരിച്ചു ലഭിക്കുന്നതും. നീ നിന്റെ മക്കളെ ശ്രദ്ധിച്ച് വളർത്തുന്നില്ലെങ്കിൽ നാളെ നിന്റെ മക്കൾ നിന്റെ വിഷയത്തിലും ശ്രദ്ധിക്കുകയില്ല. നീ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യും. നിന്റെ മാതാപിതാക്കളോട് നീ എന്ത് ചെയ്തു അത് തന്നെ നിന്റെ മക്കൾ നിന്നോട് ചെയ്യും. ഒരു കുടുംബത്തിലൊരു പ്രായമുള്ള മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ മകനാണ് നോക്കിക്കൊണ്ടിരുന്നത്. വെളിയിലൊരു കുടിലിൽ ആണ്, ഒരു വൃത്തിഹീനമായ സ്ഥലത്താണ് താമസിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം അവിടെ കിടന്ന് മരിച്ചിട്ട് ആ കട്ടിലൊക്കെ എടുത്തു മാറ്റുന്നതായ സമയത്ത് ആഹാരം കൊടുത്തുകൊണ്ട് ചെറിയൊരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. അത് കാണുന്നില്ല. മോനോട് ചോദിച്ചു, മകനെ, ആ പാത്രം എവിടെ? നിന്റെ മുത്തച്ഛൻ്റെ ആ പാത്രം എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ, ഡാഡി, ഞാനതെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. നിനക്കെന്തിനാണ് ഒന്നിനും കൊള്ളാത്തതായി വൃത്തികെട്ട പാത്രം? അപ്പന് പ്രായമാകുമ്പോൾ തരേണ്ടതല്ലേ? നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് നൽകേണ്ടതല്ലേ? നീ എന്താണോ വിതയ്ക്കുന്നത് അതുതന്നെ ജീവിതത്തിൽ കൊയ്യുവാനും ഇടയാകും. ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയത് നിങ്ങളുടെ കുടുംബമാണ്.
നിങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. നിങ്ങൾ എവിടൊക്കെ പോയാലും എവിടൊക്കെ പോയി ജോലി ചെയ്താലും തീർച്ചയായിട്ടും വൈകുന്നേരമാകുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. പക്ഷികളെ നോക്കൂ, രാത്രിയാകുമ്പോൾ വീട്ടിൽ വരും. അവ നാട് മുഴുവൻ കറങ്ങിപ്പോകുവാനിടയാകും. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ കൂട്ടിൽ ചേരുവാനിടയാകും. എന്നാൽ ഇന്നുള്ള പുരുഷന്മാർ എന്തുകൊണ്ടാണ് വീട്ടിൽ വരാത്തത്? എന്റെ പിതാവാണെങ്കിൽ മാനസാന്തരപ്പെട്ട ശേഷം ഒരു നിയമം വെച്ചു, എവിടെ പോയാലും 6 മണിയാവുമ്പോൾ കറക്റ്റ് വീട്ടിൽ വന്നിരിക്കണമെന്ന്. നിങ്ങളുടെ മക്കൾ പാതിരാത്രിയായാലും വീട്ടിൽ വരാതിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പോയി അന്വേഷിക്കാത്തത്? എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ കാവൽ, സ്വർഗത്തിന്റെ അടയാളമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ കുടുംബം. നമുക്ക് എന്തിനാണ് ദൈവം വീട് നൽകിയിരിക്കുന്നത്? നീ കുടുംബമായിട്ട് ജീവിക്കുവാൻ, സന്തോഷിക്കുവാൻ, കിടന്നുറങ്ങുവാൻ, ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ സന്തോഷത്തോടെയായിരിക്കുവാൻ, ഹൃദയത്തെ പങ്കുവയ്ക്കുവാൻ, സമാധാനത്തോടുകൂടി വിശ്രമിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ അനേകം ആളുകളുടെ കുടുംബങ്ങൾ ഇന്ന് നരകതുല്യമായിരിക്കുകയാണ്. ലോത്തിന്റെ വീട്ടിലേക്ക് ദൈവദൂതൻ കടന്നു വന്നില്ല. അകത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ ദൈവദൂതൻ പറയുകയാണ്, ഞാൻ അകത്തേക്ക് വരില്ല എന്ന്, ഞാൻ വീതിയിൽ തന്നെ ആയിരുന്നോളാം എന്ന്. എന്തുകൊണ്ടാണ്? ലോത്തിന്റെ വീട് പാപത്താൽ നിറയപ്പെട്ടിരിക്കുകയാണ്. അവിടേക്ക് അനേക ജനങ്ങൾ, അനേക പാപികൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ വെളിയിലുള്ള ആളുകൾ എത്ര പേർ വരും? നിന്റെ കുടുംബത്തിലൊരു മാറ്റം കൊണ്ടുവരാം. നിന്റെ ഭാര്യയുടെ ജീവിതത്തെ മാറ്റിയെടുക്കാം. നിന്റെ ഭർത്താവിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കാം. മദ്യപാനികളായിരിക്കുന്ന അനേകം ആളുകളും ഇന്ന് ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ഭാര്യയെയും മക്കളെയും നന്നായിട്ട് നോക്കിയിട്ട് ഈ ലോകത്തിൽ തന്നെ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നതായ അനേകം ആളുകളെ നമുക്കറിയാം. അതുപോലെ എത്രയോ ഭാര്യമാർ, ക്രൂരയായ ഭാര്യമാർ, ഇവളോടൊപ്പം ജീവിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വിവാഹമോചനത്തിന് വേണ്ടി തയ്യാറെടുത്തതായ ഭർത്താക്കന്മാർ, അവർ അവസാനം ആ ഭാര്യ തിരികെ വന്നിട്ട് കുടുംബം ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. നിന്റെ വീട്ടുകാരെ മാറ്റുവാൻ കഴിയും. എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ടിട്ടില്ല, എൻ്റെ മക്കൾ മാനസാന്തരപ്പെട്ടിട്ടില്ല, എൻ്റെ കുടുംബത്തിൽ ഇപ്പോഴും കലഹമുണ്ട്, പ്രശ്നമുണ്ട്, വിവാഹമോചനമാണ്, പരസ്പരം സംസാരിക്കുകയില്ല. നമ്മുടെ ഭാരതത്തിൽ അങ്ങനെയാണ്, പരസ്പരം മിണ്ടത്തില്ല, വിവാഹമോചനവും ചെയ്യത്തില്ല, സംസാരിക്കത്തുമില്ല, വഴക്കുണ്ടാക്കത്തുമില്ല. എന്താണ് പറയുന്നത്? എടാ, അമ്മയോട് ചോറെടുത്ത് വെക്കാൻ പറയുക. അമ്മേ, അപ്പൻ പറയുന്നു ചോറെടുത്ത് വെക്കാൻ, എടുത്തു വെച്ചെന്ന് പറയടാ. അപ്പാ, അമ്മ ചോറെടുത്ത് വെച്ചെന്ന് പറയുന്നു. അതാണ്, ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കുടിക്കാൻ വെള്ളം കൊണ്ടുവെക്കാൻ പറയൂ. അമ്മേ, വെള്ളം കൊണ്ടുവയ്ക്കാൻ പറയുന്നു. വെള്ളം ആദ്യം തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറയടാ. അപ്പാ, വെള്ളം ആദ്യം തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവനങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാകുകയാണ്. ഇങ്ങനെ ഓടാൻ വേണ്ടിയല്ല മക്കളെ നിനക്ക് ദൈവം തന്നിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ കോപം ഒരിക്കലും സൂര്യന്റെ അസ്തമനം വരെ ആകരുത്. തീർച്ചയായും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നതയുണ്ടാകും. ചില സമയത്ത് വഴക്കുണ്ടാകാറുണ്ട്. ഒരു കുടുംബം പോലും ഇന്നുവരെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ഒരു വഴക്കുമില്ല, എപ്പോഴും വളരെ സ്നേഹത്തോടെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷത്തോടെ സഹകരണത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കലഹമുണ്ടായാൽ അത് വെച്ചു നീട്ടാതെ ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഒത്തുതീർപ്പാക്കുക. കർത്താവിനോട് ക്ഷമ ചോദിച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ വീട്ടിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ടായിരിക്കും. വഴക്കുണ്ടാക്കിയിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ പിശാച് അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ദൈവത്തിന്റെ കാവലവിടെയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ആയിരിക്കണം. ദൈവത്തിന്റെ സമാധാനം നിന്റെ ഭവനത്തിൽ വസിക്കണം. എല്ലാ കുടുംബത്തിലും ദൈവത്തിന്റെ വിടുതൽ ഉണ്ടാകണം. പിശാചിന്റെ താണ്ഡവത്തിൽ നിന്ന് അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടണം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് ഇടമില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ മക്കളിൽ ഒരു മകൻ പോലും പിശാചിന്റെ വഴിയിൽ നടക്കുവാൻ പാടില്ല കർത്താവേ. ഒരു കുളുമ്പ് പോലും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയില്ലെന്ന് അന്ന് മോശ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും കടന്നുവന്ന് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതനുസരിച്ച് കർത്താവ്, ഞങ്ങളുടെ മക്കളെല്ലാവരും രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ കുടുംബം എല്ലാവരും നിന്റെ സന്നിധിയിൽ വരുവാനിടയാകണം. കുടുംബമായിട്ട് കർത്താവെ രക്ഷിക്കപ്പെട്ടിട്ട് നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ വേണ്ടി നീ സഹായിക്കണം. ആ ഒരു ആശയോടെ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വലിയ വിടുതല് സംഭവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, യേശുവേ, യേശുവേ,
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ